എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഭാഗ്യ വചനധാരയിലേക്ക് സ്വാഗതം. കുറുകിപ്പോകാത്ത ദൈവകരം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:1 പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, എത്ര ആഴമുള്ള കുഴിയിൽ നമ്മൾ പെട്ടുപോയാലും, എത്ര കഠിനമായ കുരുക്കാണ് നമുക്ക് മീതെ ഉള്ളതെങ്കിലും, അതിനു മീതെ കരം നീട്ടി നമ്മെ വിടുവിച്ചെടുക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ അവിടുത്തെ സന്നിധിയിൽ ചോദിച്ചാലും, എന്തൊക്കെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചാലും, അത് കേൾക്കുവാൻ സന്നദ്ധതയുള്ള, നമുക്ക് നേരെ കാതുകൾ തുറന്നിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിന്റെ ശക്തമായ കരുത്തിന്റെ ചലനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ കരം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, അന്ത്യം വരെയും അവനെ താങ്ങി വഴി നടത്തുന്ന ഒരു പിതാവിന്റെ സ്നേഹം നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ കാരാഗൃഹത്തിന്റെ ഇരുട്ടറയിൽ കിടന്നിരുന്ന ജോസഫിനെ കൊട്ടാരത്തിലെത്തിച്ച ദൈവകരം. ദാനിയേൽ എന്ന ദൈവഭക്തൻ സിംഹങ്ങളുടെ കുഴിയിൽ അകപ്പെട്ടപ്പോഴും ദൈവത്തിന്റെ കരം സിംഹങ്ങളുടെ വായ് പൊത്തി ദാനിയേലിനെ രക്ഷിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ തന്റെ ദേവനെയും സ്വർണ്ണ ബിംബത്തെയും ആരാധിക്കുവാൻ കൽപ്പിച്ചപ്പോൾ, ഒരിക്കലുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന് യുവാക്കളായ ശദ്രാക്ക്, മെശാക്ക്, അബദ്നെഗോ എന്നിവർക്ക് കിട്ടിയത് ആളിക്കത്തുന്ന തീച്ചൂള. ആ തീച്ചൂളയുടെ നടുവിൽ കിടന്ന് അവർ ദൈവത്തെ സ്തുതിച്ചു. കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. ആളിക്കത്തുന്ന തീച്ചൂളയുടെ നടുക്ക് കുളിർമയേകുന്ന ദൈവകരം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ച ദൈവത്തിന്റെ കരം. തന്റെ ശിഷ്യന്മാർക്ക്, കൂടെ ഉണ്ടായിരുന്നവർക്ക് വിശന്നപ്പോൾ 5 അപ്പത്തെ വാഴ്ത്തി നുറുക്കി അനുഗ്രഹമാം വിധം വിളമ്പിക്കൊടുത്ത് തൃപ്തി വരുത്തി ബാക്കി 12 കുട്ട നിറച്ച ദൈവകരം. ഇന്നും ഈ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ കരം ഇന്നും നമുക്കരികിൽ തന്നെയുണ്ട്. ആ കരത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ മാത്രം മതിയാവും. വീണ്ടും യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:2 അവിടുത്തെ മുഖം, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുന്നു. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒന്നാണ് പാപം. എന്നാൽ പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: എല്ലാ പാപ സാഹചര്യങ്ങളെയും വെറുത്ത് ഉപേക്ഷിച്ച് മുടിയനായ പുത്രൻ സുബോധത്തോടെ തിരിച്ചു വന്നതുപോലെ ആകുന്നെങ്കിൽ ഇരുകരങ്ങളും നീട്ടി നമ്മളെ വാരിപ്പുണർന്ന് മാറോട് ചേർത്ത് നിർത്തുന്ന ശക്തമായ ദൈവകരങ്ങളിൽ നമുക്ക് ആയിരിക്കുവാൻ സാധിക്കും. അപ്പോൾ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അനുഗ്രഹമാം വിധം ഉത്തരം നൽകുകയും ചെയ്യും. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.